السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. عباد الله اتقوا الله. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി റഹിമഹുള്ളയുടെ കിതാബു തൗഹീദ് എന്ന് പറഞ്ഞ തൗഹീദുമായി ബന്ധപ്പെട്ട അത് പഠിപ്പിക്കുവാൻ വേണ്ടി രചിച്ച വളരെ പ്രസക്തമായ ഗ്രന്ഥം, അതിൻ്റെ പഠനത്തിലാണ് നമ്മളുള്ളത്. തൗഹീദുമായി ബന്ധപ്പെട്ട ഫദ്ല് പറയുന്ന ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനദ് ദുനൂബ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും അത് പാപങ്ങളെ മായ്ച്ചു കളയുന്നതുമാണ് എന്ന അധ്യായത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കിതാബ് തൗഹീദിലെ രണ്ടാമത്തെ ബാബായിട്ട് നമുക്ക് പറയാം. അതിലാദ്യം തൗഹീദിൻ്റെ ഫദ്ല് പറയാൻ വേണ്ടി ശൈഖ് കൊണ്ടുവന്നത് ഒരായത്താണ്. ഏതാണ് ആയത്ത്? ബറക്കല്ലാഹു ഫീക്. സൂറത്തുൽ അൻആമിൻ്റെ 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന് പറഞ്ഞ ആയത്ത്. അല്ലദീന ആമനു, വിശ്വസിക്കുകയും തങ്ങളുടെ ഈമാനിൽ അക്രമം കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് തന്നെയാകും നിർഭയത്വം. അവർ സന്മാർഗദർശികളാണ്, അവർ സന്മാർഗത്തിലാണ് എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്തിൽ നിന്ന് തൗഹീദിൻ്റെ ഫദ്ല് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ചു, സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, നമ്മളിൽ ആരാണ് സ്വന്തത്തോട് ദുൽമ ചെയ്യാത്തത്? അപ്പോൾ അതോ എന്തർത്ഥത്തിലാണ് സഹാബത്ത് ചോദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാവരും സ്വന്തത്തോട് ദുൽമ ചെയ്യുന്നവരാണല്ലോ, പൂർണ്ണമായും ഞങ്ങൾക്ക് സന്മാർഗവും നിർഭയത്വം നഷ്ടപ്പെടുമോ, പൂർണ്ണമായും ഇല്ലാതാകുമോ എന്ന അർത്ഥത്തിൽ സ്വഹാബിമാർ ചോദിച്ചു. എല്ലാവരും ദുൽമ ചെയ്യുന്നവരാണ്, സ്വന്തത്തോട് ദുൽമ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായും സന്മാർഗവും നിർഭയത്വം ഇല്ലാതാവോ എന്ന അർത്ഥത്തിൽ സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബിദാക്, ഇന്നഹു ലൈസ ബിദാക്. നിങ്ങൾ ഉദ്ദേശിച്ച അതല്ല ആയത്തിൻ്റെ അർത്ഥം. സ്വഹാബത്ത് മുഴുവനായും അവരുടെ സന്മാർഗവും നിർഭയത്വവും നഷ്ടപ്പെടണമെങ്കിൽ അപ്പോൾ അത് ഏതു ദുൽമാണ്? അലാ തസ്മഈന ഇലാ ഖൗലി ലുഖ്മാൻ ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ അലൈഹിസ്സലാം അവനോട് പറഞ്ഞിട്ടില്ലേ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്? വലിയ അക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അക്രമം പ്രവർത്തിക്കുമ്പോഴാണ് സന്മാർഗവും ഹിദായത്തും എന്ത് ചെയ്യുക? പൂർണ്ണമായും നഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആയത്തിൻ്റെ രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ ഉദ്ദേശം തന്നെ ഷിർക്കിനെ കുറിച്ചാണ്. ലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്ന് പറഞ്ഞാൽ ഷിർക്ക് മാത്രമേ അതിൽ പെടുള്ളൂ. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? ഷിർക്കില്ലാത്ത എല്ലാവർക്കും സന്മാർഗവും എന്തുണ്ടാവും? നിർഭയത്വം ഉണ്ടാവും. എന്നാൽ മറ്റൊരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, ആയത്തിൻ്റെ പരിധിയിൽ എല്ലാ ദുൽമും പെടും. ഷിർക്കാണ് ഉണ്ടായ ദുൽമെങ്കിൽ, അതാണ് ഏറ്റവും വലിയ ദുൽമ്. അത് വന്നാൽ പൂർണ്ണമായും സന്മാർഗവും നിർഭയത്വവും നഷ്ടപ്പെടും. ഷിർക്കല്ലാത്ത മറ്റുള്ള ബിദ്അത്തുകൾ, തിന്മകൾ, ഹറാമുകൾ, പാപങ്ങൾ, അല്ലേ, അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നാൽ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുൽമ് വരുന്നോ അതിനനുസരിച്ച് നിർഭയത്വവും സന്മാർഗവും കുറയും. പിന്നെ ഈ ആയത്തിലുള്ള നമ്മൾ പറഞ്ഞിരുന്ന ചർച്ച, ഈ സന്മാർഗവും ഹിദായത്തും ദുനിയാവിലാണോ ആഖിറത്തിലാണോ? അല്ലേ, സന്മാർഗം ചില പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിച്ചവരുണ്ട്. സന്മാർഗം എന്ന് പറഞ്ഞാൽ ദുനിയാവിലും നിർഭയത്ത് എന്ന് പറഞ്ഞ ആഖിറത്തുമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവരത് പറയാനുള്ള കാരണം എന്താ?
ഹിദായത്ത് വേണ്ടത് എവിടെയാണ് ശരിക്ക്? ദുനിയാവിലാണ് ഹിദായത്ത് വേണ്ടത്. ദുനിയാവിൽ ഹിദായത്ത് കിട്ടിയാൽ ആഖിറം രക്ഷപ്പെട്ടു അല്ലേ? ദുനിയാവിൽ ഹിദായത്ത് ഇല്ലാതെ ആഖിറത്തിൽ ഹിദായത്ത് ഉണ്ടാവുമോ? അങ്ങനെ സംഭവം തന്നെ ഇല്ല. ഇനി അമ്ന് എന്തുകൊണ്ടാണ് ആഖിറത്തിലാന്ന് അവർ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്നുള്ള അമ്ന്. അതൊരു വിശ്വാസിക്ക് എവിടെ ഉണ്ടാവുള്ളൂ? പരലോകത്തെ ഉണ്ടാവുള്ളൂ. അത് ദുനിയാവിൽ ഉണ്ടാകാൻ പാടില്ല. ആ അർത്ഥത്തിലാണ് അവരിത് ആയത്തിനെടുത്തത്. അതുകൊണ്ട് അവർ പറഞ്ഞു ഹിദായത്ത് ദുനിയാവിലും അമ്ന് ആഖിറത്തിലുമാണ്. എന്നാൽ മറ്റൊരു പക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, രണ്ടും ഇരു ലോകത്തുമാകാം. അമ്നും ഹിദായത്തും ദുനിയാവിലും ഉണ്ടാവും, അമ്നും ഹിദായത്തും ആഖിറത്തിലും ഉണ്ടാവും. അപ്പോൾ അവർ ഈ അർത്ഥത്തിലല്ല രണ്ടിനെയും വ്യാഖ്യാനിച്ചത്. അവർ ഹിദായത്തിനെ വ്യാഖ്യാനിച്ചത് ദുനിയാവിൽ നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഹിദായത്ത്, ദുനിയാവിലെ ഹിദായത്ത്. അങ്ങനെ ജീവിച്ച ആളുകൾക്ക് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കും. സ്വർഗ്ഗത്തിലെ വീടും സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളും സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയും. അല്ലെ, അതിനെക്കുറിച്ച് പ്രമാണങ്ങളിൽ എന്തെന്ന് വന്നിട്ടുണ്ട്? ഹിദായത്ത് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെയുള്ള ഹിദായത്ത്. ഇനി അമ്ന് ദുനിയാവിലുണ്ടാവും. ഏത് അമ്നാണ്? ഈമാനുള്ളവർക്ക് പടച്ച റബ്ബ് ഇട്ട് കൊടുക്കുന്ന അമ്ന്. അള്ളാഹു അല്ലാത്ത ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യം അവർക്കില്ല. മാനസികമായി അവർക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും നിർഭയത്വവും അത് ആ അമ്ന് എവിടെ ഉണ്ടാവും? ദുനിയാവിലുണ്ടാകും. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള അമ്നല്ല അത്. അതെന്താണ്? അതല്ലാത്ത മഖ്ലൂഖാത്തുകളിൽ നിന്നുള്ള അമ്നാണ്. ആ അമ്നാണ് അതിൻ്റെ ഉദ്ദേശം. അത് അതിൻ്റെ ആയത്തിൻ്റെ പരിധിയിൽ കടന്നു വരാം. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകാം. ഇങ്ങനെ രണ്ട് വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞു, രണ്ടിൻ്റെയും തെളിവുകൾ പറഞ്ഞു. അതുപോലെ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാര്യമായി പറഞ്ഞൊരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ, പ്രാമാണിക വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണോ പറഞ്ഞത്? മുമ്പത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചിരുന്നു. രണ്ട് തരത്തിൽ ഒരു പൊതു നിയമമുണ്ട് അല്ലേ? ഒരു പൊതു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ശ്രേഷ്ഠത ഫദ്ലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മനസ്സിലാക്കാവൂ. എന്താണ് ആ നിയമം? എന്താണ് ആ പൊതു നിയമം? എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ലഭിക്കുന്ന ഫദ്ലുകൾ, ശ്രേഷ്ഠതകൾ, അതെല്ലാം നിബന്ധനകൾക്ക് വിധേയമാണ്, മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ്. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൽ പ്രവേശിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന് നരകം തൊടൂല എന്നൊക്കെ പറയുന്ന ഹദീസുകളെല്ലാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അതിനെല്ലാം മാനദണ്ഡങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ആ മാനദണ്ഡങ്ങളും നിബന്ധനകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ആരെന്നെ പഠിപ്പിച്ചാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നിബന്ധനകളും മാനദണ്ഡങ്ങളും രണ്ട് തരത്തിലുണ്ട് അല്ലേ? ഏതൊക്കെ രണ്ട് തരം? വാഹിറായതുമുണ്ട്, ബാത്തിനായതുമുണ്ട്. വാഹിർ എന്ന് പറഞ്ഞാൽ പ്രകടമായ നിബന്ധനകൾ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടെ ഉണ്ടാകേണ്ട നിബന്ധനകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ നിസ്കാരം വേണം, സക്കാത്ത് വേണം, ഹജ്ജ് വേണം, നോമ്പ് വേണം, വൻപാപങ്ങൾ വെടിയണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നരകം അവന് ഹറാമാണ്. മനസ്സിലായോ? നേരെ സ്വർഗത്തിൽ പ്രവേശിക്കും. മനസ്സിലായോ? ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉള്ളിലുണ്ടാകേണ്ട ബാത്തിനായ പരോക്ഷമായ നിബന്ധനകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അത് പറയുമ്പോൾ തന്നെ അവർ സിദ്ഖ്, സത്യസന്ധമായിരിക്കണം പറയുന്നത്. കാപട്യത്തോട് പറഞ്ഞാൽ സ്വർഗം കിട്ടൂല. ഇഖ്ലാസ് ഇല്ലാതെ പറഞ്ഞാൽ സ്വർഗം കിട്ടൂല അല്ലെ? മഹബ്ബത്ത്, ഇതിനോട് സ്നേഹം ഉണ്ടായിരിക്കെ പറയണം. വെറുപ്പുണ്ടായിരിക്കെ പറഞ്ഞാൽ സ്വർഗം കിട്ടൂല. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിബന്ധനകളിൽ കൂടെ ഉണ്ടാകേണ്ട നിബന്ധനകളുണ്ട്, പറയുന്നതിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകളും മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ ജന്ന എന്ന് പറഞ്ഞ സ്വർഗം കിട്ടുക, ഹറമ അലൈഹി നാർ എന്ന് പറഞ്ഞ പ്രതിഫലം കിട്ടുക, ഗഫറല്ലാഹ് എന്ന് പറഞ്ഞ പ്രതിഫലം. അങ്ങനെ എന്തൊക്കെ പ്രമാണങ്ങൾ പറഞ്ഞ പ്രതിഫലങ്ങൾ ഉണ്ടോ അതൊക്കെ എപ്പോഴാണ് കിട്ടുക? ഈ നിബന്ധനകളും മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുമ്പോഴാണ്. ഇത് സച്ചരിതരായ മുൻഗാമികൾ, താബീവര്യന്മാർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ഷെയ്ഖ് കൊണ്ടുവന്ന ആദ്യത്തെ തെളിവ് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാര്യമായി വിശദീകരിച്ച് തുടങ്ങിയത് അല്ലെ? ആ ഹദീസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അഖീദയുടെ ഉസൂലുകൾ, ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ വളരെയധികം കടന്നു വരുന്ന
ഒരു ഹദീസാണ് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ്. എന്താണ് ഹദീസിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, എന്താ അർത്ഥം? അള്ളാഹു അല്ലാതെ ആരാധനക്കറായ മറ്റാരുമില്ല എന്ന് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ. അവിടെ നമ്മൾ പറഞ്ഞു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എന്താ സാക്ഷ്യം? അതായത് വ്യക്തമായ അറിവോടെയും ദൃഢതയോടെയും കൂടെ പ്രഖ്യാപിക്കണം. ഇത് മൂന്നും ഉണ്ടാവണം. അറിവുണ്ടാകണം, ദൃഢതയുണ്ടാകണം. ഇത് രണ്ടുണ്ടാകാൻ മാത്രം പോരാ, അതെന്ത് വേണം? പ്രഖ്യാപിക്കും വേണം. അല്ലെ, ഇഖ്ബാറുൻ അൻ ഇൽമിൻ വയഖീൻ. ഇഖ്ബാറുൻ അൻ ഇൽമിൻ വയഖീൻ. ഒരാൾ സംശയത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിലോ അത് സാക്ഷിയല്ല. ഒരാൾ അറിവില്ലാതെ എന്താണെന്ന് അറിയാതെ വെറുതെ പറയുകയാണെങ്കിലോ അതും സാക്ഷ്യവചനമല്ല. ഒരാൾ ഇത് രണ്ടും മനസ്സിലുണ്ട് പറയണില്ലെങ്കിലോ അതും സാക്ഷ്യമല്ല. മനസ്സിലായോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് കൃത്യമായി അറിയണം. അജ്ഞത ഉണ്ടാകരുത്, വിവരമുണ്ടാകണം, അറിവുണ്ടാകണം. അല്ലെ, അതിൽ ദൃഢത ഉണ്ടാകണം, സംശയം ഉണ്ടാകരുത്. അങ്ങനെ പ്രഖ്യാപിക്കണം. മനസ്സിൽ വെച്ചെന്നാൽ കാര്യമില്ല, അപ്പോഴാണ് സാക്ഷ്യമാകുന്നത്. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് സാക്ഷ്യം വഹിച്ചാൽ, ഒന്നാമത്തെ കണ്ടീഷൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് കാര്യമാണ്. അള്ളാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്നും ആരാധനയെ നിഷേധിക്കുന്നു, അള്ളാഹുവിനുള്ള ആരാധനയെ സ്ഥിരപ്പെടുത്തുന്നു. അള്ളാഹുവിന് ആരാധനയ്ക്കുള്ള അവകാശത്തെ സ്ഥിരപ്പെടുത്തുന്നു, അള്ളാഹു അല്ലാത്ത എല്ലാത്തിൻ്റെയും ആരാധനയ്ക്കുള്ള അവകാശത്തെ നിഷേധിക്കുന്നു. അതിനെ ഒന്നുകൂടി ഉറപ്പിക്കണം, തൗക്കീദ് ചെയ്യാണെന്ത്? വഹ്ദഹു ലാ ശരീക ലഹ്. വഹ്ദഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ആരാധനയ്ക്കുള്ള അവകാശത്തെ കൂടുതൽ ദൃഢപ്പെടുത്തണം, അവന് മാത്രം. മനസ്സിലായോ? വഹ്ദഹു എന്നുള്ളത് ഇല്ലല്ലാ എന്ന ഭാഗത്തെ ദൃഢപ്പെടുത്തുകയാണ്. ലാ ശരീക ലഹ് എന്നുള്ളതോ ലാ ഇലാഹ എന്ന നഫീനെ ദൃഢപ്പെടുത്തണം, അവന് പങ്കുകാരില്ല. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ദൃഢപ്പെടുത്തലാണ്. ഇതിനെ വീണ്ടും എന്ത് ചെയ്യാണ്? വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞിട്ട് ദൃഢപ്പെടുത്തുകയാണ് അതിലൂടെ. പിന്നെന്താ പറയേണ്ടത്? വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഹാഷിമിയുൽ ഖുറശി, അദ്ദേഹം എന്താണ്? അവിടുന്ന് അള്ളാഹുവിൻ്റെ ദാസനാണ്, ദൂതനാണ്, അല്ലെ, അടിമയാണ്, പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ ഒന്ന് ഉബൂദിയ്യത്താണ്, മറ്റൊന്ന് റിസാലത്താണ്. ഈ ഉബൂദിയ്യത്തിന്റെയും റിസാലത്തിന്റെയും സ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. അല്ലെ, ഉബൂദിയ്യത്തിന്റെ അള്ളാഹുവിന്റെ ദാസനാവുക എന്നതിൽ തന്നെ എന്തുണ്ടാവും? ഏറ്റവും വ്യത്യാസം. ഒരാൾ എത്രത്തോളം പടച്ച റബ്ബിന്റെ ദാസനാണ്, എത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ അടിമത്തത്തെ തഹ്ഖീഖ് ചെയ്തിട്ടുണ്ട്, സാക്ഷാത്കരിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഉബൂദിയ്യത്തിന്റെ സ്ഥാനം ഉയരും. അല്ലെ, അങ്ങനെ നമ്മൾ നോക്കിയാൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അടിമ ആരാണ് എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വിനയാന്വിതനായ, ഏറ്റവും താണുകേട് നിൽക്കുന്ന, ഏറ്റവും പടച്ച റബ്ബിന്റെ മുമ്പിൽ പിന്നെ അടിമത്വം സാക്ഷാത്കരിച്ച വ്യക്തി ആരാണ്? റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലേ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ ഉടനീളം ആ ഒരു അടിമത്തത്തിൻ്റെ സാക്ഷാത്കാരം നമ്മൾ കാണും. അല്ലേ, കാലിൽ നീര് കെട്ടുമാറ് നിന്ന് നിസ്കരിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖദ് തഖദ്ദമ മിൻ ദംബിക മാ തഅഖർ. അല്ലാഹുവിൻ്റെ റസൂലേ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ, എന്തിനാ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാവണത്? റസൂലുള്ളാഹി പറഞ്ഞു, അഫല അകൂന അബ്ദൻ. കണ്ടോ, പറഞ്ഞ വാക്കുണ്ടോ? അഫല അകൂന അബ്ദൻ ഷക്കൂറ. നന്ദിയുള്ള അടിമയാകണ്ടേ ഞാൻ. ആ അടിമത്തത്തെ സാക്ഷാത്കരിക്കുകയായിരുന്നു അവിടുന്ന് തൻ്റെ ജീവിതത്തിൽ. സ്വലവാത്തുല്ലാഹി വസ്സലാമുഹു അലൈഹി. പിന്നെയോ, ഇനി റസൂൽ, റിസാലത്തിൻ്റെ സാക്ഷാത്കാരം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അല്ലേ, എത്ര പ്രവാചകന്മാരുണ്ട്? 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരുണ്ട്. അതിൽ തന്നെ ഉലുൽ അസ്ം ഉണ്ട്. അല്ലെ, ഉലുൽ അസ്ം ഏറ്റവും ഉന്നതനായ പ്രവാചകൻ. അതിൽ തന്നെ ഏറ്റവും ഉന്നതനാണ് ഇബ്രാഹിം, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലീലാൻ, അള്ളാഹുവിൻ്റെ 2 ഖലീലുകൾ. അവരിൽ തന്നെ ഏറ്റവും ഉത്തമരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം പ്രവാചകന്മാരിൽ തന്നെ വലിയ സ്ഥാനം ആർക്ക്? ഏറ്റവും വലിയ സ്ഥാനം ആർക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റിസാലത്തിലും വലിയ സ്ഥാനം റസൂലുള്ളാഹിക്ക്. അതുകൊണ്ടാണ് മുഴുവൻ പ്രവാചകന്മാരും പരലോകത്ത് റസൂലുള്ളാഹിന്റെ താഴെയാണ്. അല്ലെ, ഷഫാഅത്തിന്റെ ഹദീസ് നമുക്കറിയാം. ആളുകൾ വന്നിട്ട് ഓരോ നബിമാരെടുത്ത് പോകും, അവർക്കൊന്നും ആ സമയത്ത് ഷഫാഅത്ത് പറയാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ പറയാൻ ധൈര്യം ഉണ്ടാവില്ല. ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി അവരുടെയൊക്കെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് അള്ളാഹു അതിന് അനുവാദവും
അതിനുള്ള ധൈര്യവും അള്ളാഹു കൊടുക്കും. അപ്പോ അല്ലേ റസൂൽ പറയുന്നുണ്ട് വഅനൽ ഹാഷിറുല്ലദീ യുഹ്ശറു നാസു അലാ ഖദമി ഔ കമാ ഖാല അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യത്യസ്ത പേരുകളുണ്ട്. അതിലൊരു പേരാണ് ഹാഷിർ. ഹാഷിർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്താ റസൂൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, യുഹ്ശറു നാസു അലാ ഖദമി, ജനങ്ങളൊക്കെ എൻ്റെ കാൽക്കലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. എവിടെ? പരലോകത്ത്. അവിടെ എല്ലാവരും റസൂലുള്ളാഹിന്റെ കാൽക്കലാണ് ഒരുമിച്ച് കൂടപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അന സയ്യിദു വൽദി ആദം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ് അല്ലേ, ഞാൻ ആദമിന്റെ പുത്രന്മാരിൽ നേതാവാണ് ഞാൻ. വലാ ഫഖർ, ഞാൻ ഫഖർ കൊണ്ട് പറയല്ല, അഹങ്കരിച്ച് പറയല്ല, യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ സ്ഥാനമുള്ള ഏറ്റവും ഉന്നതനാണ്. അതുകൊണ്ടാണ് അബ്ദുഹു വ റസൂലുഹു, ഉബൂദിയ്യത്തിലും റിസാലത്തിലും ഏറ്റവും ഉന്നതനാണ് ആര്? റസൂലുള്ളാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് തരത്തിലുള്ള വ്യതിയാനങ്ങൾക്കുള്ള മറുപടി അതിലുണ്ട് അല്ലേ. അബ്ദുഹു എന്ന് പറഞ്ഞാൽ ആർക്കുള്ള മറുപടിയാണ്? അബ്ദുഹു എന്ന് പറയുന്ന ആർക്കുള്ള മറുപടിയാണ്? അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അള്ളാഹു റസൂലിന് കൊടുക്കുന്നവർക്കുള്ള മറുപടിയാണ് അബ്ദുഹു അല്ലേ. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും അള്ളാഹു ആവുകയില്ല, ഒരിക്കലും റബ്ബാവുകയില്ല, മറിച്ച് ആരാണ്? അബ്ദാണ്. അപ്പൊ റബ്ബിന് കൊടുക്കേണ്ടതൊന്നും ആർക്ക് കൊടുക്കാൻ പാടില്ല? അബ്ദായ റസൂലിനെ കൊടുക്കാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിലുള്ള അതിര് കവിച്ചിലിനുള്ള മറുപടിയാണ് അബ്ദുഹു എന്ന വാക്ക് അല്ലേ. അള്ളാഹുവിന്റെ റസൂലിനെ തന്റെ സ്ഥാനത്തിന്റെ അപ്പുറത്തേക്ക് ഉയർത്തുകയും വാഴ്ത്തുകയും ചെയ്യുക, അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവിടുത്തെ വിഷയിൽ അതിര് കവിയുക, അവിടുത്തെ അമിതമായി പുകഴ്ത്തുക, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അവിടുത്തേക്ക് വകവെച്ച് കൊടുക്കുക, ഇതിനൊക്കെയുള്ള മറുപടിയാണ് ശരിക്കും അബ്ദുഹു എന്ന വാക്ക്. അതുപോലെ റസൂലുഹു എന്നുള്ള വാക്ക് മറ്റൊരു ടീമുള്ള മറുപടിയാണ്. ആർക്കാണ്? അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും കളവാക്കുകയും അവിടുത്തെ ഹദീസുകളെ പരിഹസിക്കുകയും തള്ളുകയും ദുർവ്യാഖ്യാനിക്കുകയും അതിനേക്കാൾ മറ്റുള്ള വാക്കിന് മുൻഗണന കൊടുക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കുള്ള മറുപടിയാണെന്ത്? റസൂലുഹു അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അബ്ദുൻ ലാ യുഅബദ്, അവിടുന്ന് അടിമയാണ്, ദാസനാണ്, അതുകൊണ്ട് ആരാധിക്കപ്പെടാവതല്ല. നബിയുൻ ലാ യുകദ്ദബ് അല്ലെ, അവിടുന്ന് പ്രവാചകനാണ്, അതുകൊണ്ട് കളവാക്കപ്പെടാൻ പാടില്ല. അതിന്റെ കൂടെ നമുക്ക് ചേർത്ത് വെക്കാം, അതുകൊണ്ട് പരിഹസിക്കപ്പെടാൻ പാടില്ല, അതുകൊണ്ട് കളിയാക്കപ്പെടാൻ പാടില്ല, അതുകൊണ്ട് നിഷേധിക്കപ്പെടാൻ പാടില്ല. യുകദ്ദബ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കപ്പെടലയിൽ പെട്ടു. പിന്നെ ബൽ യുതാഉ വയുത്തബ, അവിടുന്ന് അനുസരിക്കപ്പെടേണ്ടവരാണ്, പിൻപറ്റപ്പെടേണ്ടവരാണ്. അതാണ് അബ്ദുഹു റസൂലുഹു എന്ന് പറഞ്ഞാൽ അല്ലെ. ഈ ഒരു സാക്ഷ്യവചനം അംഗീകരിച്ചാൽ ജീവിതത്തിന്റെ അനിവാര്യമായ തേട്ടമാണെന്ത്? ത്വാഅതുഹു ഫീമാ അമർ, അവിടുന്ന് കൽപ്പിച്ചതൊക്കെ എന്ത് ചെയ്യണം? അനുസരിക്കണം. വജ്തിനാബു മാ അൻഹു നഹാ വസജർ, അവിടുന്ന് വിലക്കിയതൊക്കെ എന്ത് ചെയ്യണം? വെടിയണം. പിന്നെന്താ? തസ്ദീഖുഹു ഫീമാ അഖ്ബർ, അവിടുന്ന് അറിയിച്ചു എന്നതിലൊക്കെ സത്യപ്പെടുത്തണം. അതുപോലെ തന്നെ വഅല്ലാ യുഅബദല്ലാഹ ഇല്ലാ ബിമാ ശറഅ, അവിടുന്ന് നിയമമാക്കിയ കാര്യങ്ങൾ കൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ പാടില്ല. ഈ 4 കാര്യങ്ങൾ ഒരാൾ ഷഹാദത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് അംഗീകരിച്ചാൽ അതിന്റെ അനിവാര്യതയായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വരേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ കുറവുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ എന്തുണ്ട്? കുറവുണ്ട്, ന്യൂനതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ പിന്നെ പറഞ്ഞ എന്താ? വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. ഈസ അലൈഹിസ്സലാം എന്താണ്? അള്ളാഹുവിന്റെ ദാസനാണ്, ദൂതനാണ്. നമ്മൾ പറഞ്ഞു ഇത് ഈസ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ. അവിടെ നമ്മളൊരു വർക്ക് തന്നിരുന്നു അല്ലേ. ഉലുൽ അസ്മിൽപ്പെട്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ബാക്കിയുള്ള 4 പേരുടെയും പേര് പറയുന്ന സൂറത്ത് ഷൂറയുടെ 13-ാമത്തെ ആയത്ത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു. ലശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദി ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. 4 ആളായി. പിന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഉലുൽ അസ്മ്. അൻ അഖീമുദ്ദീന വലാ തതഫറഖു ആയത്തതാണ്. ഉലുൽ അസ്ം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ. ഉലുൽ അസ്ം എന്ന് പറഞ്ഞാൽ പിന്നെ പേരെങ്ങനെ അവർക്ക് വന്നത്? അസ്മ് എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം എന്നാണ്, ദൃഢത എന്നാണ്. അതായത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ദൃഢമായ തീരുമാനമെടുക്കുന്നതിനാണ് എന്ത് പറയാം? അസ്മ് എന്ന് പറയാം
അപ്പോൾ ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രവാചകന്മാർ തന്നെ ക്ഷമയുള്ളവരും ദൃഢതയുള്ളവരും ഒക്കെയാണ്. പക്ഷെ അവരുടെ കൂട്ടത്തിലും ഏറ്റവും ദൃഢതയുള്ളവർ, ഏറ്റവും അസ്മുള്ളവരാണ് ആര്? ഈ 5 പേർ. അതുകൊണ്ടാണ് ഇവരുടെ ചരിത്രം അല്ലാഹു ഖുർആനിൽ ധാരാളമായി പല സ്ഥലത്തും പറഞ്ഞത്. അത്രയും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഉന്നതരാണ് അല്ലെ, അത്രയും വലിയ മാതൃകകൾ ജീവിതത്തിൽ കാണിച്ചവരാണ്, അത്രയും വലിയ അസ്മ് ജീവിതത്തിൽ പ്രകടിപ്പിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഉലുൽ അസ്ം എന്ന് പറഞ്ഞ സ്ഥാനത്തിന് അർഹരായത്. അപ്പോൾ വേറൊരു സ്ഥലം ഏതാണ്? അഹ്സാബിലെ 7-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും അല്ലേ. എന്താണ് ആയത്ത്? ആയത്ത് എന്താ? വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും, പ്രവാചകന്മാരിൽ നിന്നും അവരുടെ മീസാഖ്, അവരുടെ ഉറപ്പ് നാം എടുത്തപ്പോൾ, അവരുടെ കരാറ് നാം എടുത്തപ്പോൾ അല്ലേ. മിൻക, താങ്കളിൽ നിന്നും, ബാക്കി വമിൻ നൂഹിൻ, നൂഹിൽ നിന്നും, ഇബ്രാഹിമിൽ നിന്നും, വമൂസ, മൂസായിൽ നിന്നും, വഈസ, ഈസായിൽ നിന്നും, ഈസ ബിൻ മറിയം അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരിൽ നിന്നൊക്കെ അഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ, വളരെ ഉറപ്പുള്ള ദൃഢമായ ബലിഷ്ഠമായ ഒരു കരാർ അവരിൽ നിന്ന് നാം എടുത്തു. അപ്പോൾ 5 നബിമാരെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞു. അവരാണെന്ത്? ഉലുൽ അസ്ം എന്ന് പറയുന്ന പ്രവാചകന്മാർ. ബറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്, അഹ്സൻതും. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ് അല്ലെ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ പിന്നെ അവിടെ 2 ടീമിലുള്ള മറുപടിയാണ് അല്ലേ. അവിടെ അള്ളാഹുവിൻ്റെ ദാസനാണ് എന്നത് ആർക്കുള്ള മറുപടിയാണ്? ഈസാ നബിന്റെ അനുയായികളല്ലല്ലോ അവര്, ക്രിസ്ത്യാനികൾക്ക് പറയും, ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണ്. ഈസാ നബിന്റെ അനുയായികൾ ആരാ? നമ്മളാണ് ഈസാ നബിന്റെ അനുയായികൾ അല്ലെ. നഹ്നു അഹഖു ബിമൂസ മിൻഹും എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോട് പറഞ്ഞില്ലേ അല്ലെ, നഹ്നു അഹഖു ബിമൂസ മിൻകും, പോലെ മൂത്ത് നോക്കി പറഞ്ഞില്ലേ? അങ്ങനെയല്ലേ ആശൂറ നോമ്പിന്റെ ചരിത്രത്തിലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പ്രവാചകന്മാരാണ് അവരൊക്കെ, നമ്മളാണ് അവരുടെ അനുയായികൾ അല്ലെ. അവരല്ല, അവർ പറയുന്നത് പച്ചക്കള്ളമാണ്, അവരൊരിക്കലും ഒരു അനുയായികളല്ല. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അല്ലെ, അവിടുന്ന് എന്താ പറഞ്ഞത് അല്ല, അവിടുത്തെ കുറിച്ച് പറയുകയാണെന്ത്? അവർ പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിഷയത്തിൽ അതിര് കവിയുന്ന, അവിടുത്തെ ദൈവമാക്കുന്ന അല്ലെങ്കിൽ ദൈവപുത്രനാക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് അബ്ദുഹു. അതുപോലെ തന്നെ റസൂലുഹു എന്നുള്ളതോ ജൂതന്മാർക്കുള്ള മറുപടിയാണ് അല്ലെ. അവരും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വ്യഭിചാരപുത്രനാക്കുന്നു, ഖബ്ബഹഹുമുല്ലാ അല്ലേ. മറിയം ബീവിയെ വളരെ മോശമായ ആരോപണങ്ങൾ നടത്തുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകനല്ല എന്ന് പറയുന്നു, കള്ളനാണെന്ന് പറയുന്നു. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് എന്ത്? വറസൂലുഹു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വകലിമതുഹു അൽഖാഹ ഇലാ മറിയം അല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? മറിയം അലൈഹിസ്സലാമയിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത വചനമാണ് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ഉദ്ദേശം? വചനമാണെന്ന് പറഞ്ഞാൽ കുന്നറോ, അതായത് വചനമാണെന്ന് പറഞ്ഞാൽ വചനം കൊണ്ടുണ്ടായതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാന ബി കലിമത്തിഹി, കാന ബി കലിമത്തില്ല, അള്ളാഹുവിൻ്റെ കെലിമത്ത് കൊണ്ടുണ്ടായതാണ് ആര്? ഈസാ നബി. അതാണ് അതിന് കെലിമത്തുഹു അൽഖാഹ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മനസ്സിലായില്ലേ? കാന ബി കലിമത്തില്ല, അത് സലഫുകൾ വിശദീകരിച്ചതാണ് അല്ലേ. ഇമാം ഖത്താദ റഹിമഹുല്ല, ഖത്താദ താബിഈയാണ്, പല സഹാബിമാരെയും കണ്ട വലിയ ഇമാമാണ് ഖത്താദ ഇബ്നു ദിആമ അസ്സദൂസി, ഒരുപാട് സഹാബിമാരുടെ ശിഷ്യനാണ്. അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അഹ്ലുസുന്നയുടെ ഇമാമാണ്. ഇമാം ദാരിമി റഹിമഹുല്ല ഒരുപാട് വ്യതിയാന കക്ഷികൾക്ക് മറുപടി കൊടുത്ത അഹ്ലുസുന്നയുടെ ഇമാമാണ്. അപ്പം ഇങ്ങനെയുള്ള സലഫുകളൊക്കെ വിശദീകരിച്ചതാണെന്ത്? കാനബി പിന്നെ കെലിമത്തുഹു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം കാനബി കെലിമത്തില്ല, അള്ളാഹുവിൻ്റെ കെലിമത്തിലൂടെ ഉണ്ടായതാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്താണ് കെലിമത്ത്? കുന്നറ കെലിമത്തിലൂടെ ഉണ്ടായതാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണ ഈ ഭൂമിയിൽ സാധാരണയായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും കുന്നറ കെലിമത്തുണ്ടോ? ഇല്ല. അതിനൊരു സിസ്റ്റം അള്ളാഹു
അല്ലെ? ആ സിസ്റ്റത്തിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇവിടെ സൃഷ്ടിപ്പും കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുന്നു. എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് പ്രത്യേകം നടത്തിയൊരു സൃഷ്ടിപ്പാണ്, അല്ലെ? പ്രത്യേകം ഒരു സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെ കൈകൊണ്ട് തന്നെ അള്ളാഹു സൃഷ്ടിച്ചതാണ് ആരെ? ആദം നബി അലൈഹി ഇസ്ലാമിനെ. അതുപോലെ അള്ളാഹു പ്രത്യേകം നടത്തിയ സൃഷ്ടിപ്പാണ് ആരുടെ സൃഷ്ടിപ്പ്? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പ്. അതുകൊണ്ടാണ് സാധാരണ സൃഷ്ടിപ്പല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം എന്ത് ചെയ്ത് ഇങ്ങനത്തെ പ്രത്യേക വിശേഷണങ്ങൾ പ്രത്യേക ഈസാ നബിനെ കുറിച്ച് വന്നത്. മനസ്സിലായില്ലേ? അതുപോലെ വറൂഹും മിൻഹു എന്ന് പറഞ്ഞു. വറൂഹും മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ച റൂഹുൽ മഖ്ലൂഖത്തു മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട റൂഹാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? എല്ലാ റൂഹും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് തന്നെയാണ്. പക്ഷെ എല്ലാ റൂഹിനെയും സൃഷ്ടിച്ചതുപോലെയല്ല ഈസാ നബിന്റെ റൂഹിനെ സൃഷ്ടിച്ചത്. മനസ്സിലായോ? ഈസാ നബിന്റെ റൂഹിനെ ജിബ്രീൽ വന്ന് ഊതിക്കുകയാണ്. മറിയം ബീവിയുടെ ശരീരത്തിലേക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് ഊതുകയാണ് ചെയ്തത്. എല്ലാ റൂഹിനും അങ്ങനെയല്ല അള്ളാഹു എന്ത് ചെയ്യണത്? സൃഷ്ടിക്കുന്നത്. അപ്പോൾ പ്രത്യേക സൃഷ്ടിപ്പാണ്, അല്ലെ? പ്രത്യേക സൃഷ്ടിപ്പ്. അതുകൊണ്ടാണ് പ്രത്യേകമായി എന്ത് പറഞ്ഞത്? കെലിമത്തുഹു അൽഖാഹ ഇലാ മറിയം റൂഹും മിൻഹു എന്നൊക്കെ പ്രത്യേകം പറയണത് പ്രത്യേകമായ സൃഷ്ടിപ്പായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? വ്യക്തല്ലേ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? അപ്പൊ നമ്മള് റൂഹും മിൻഹു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെ? അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് അത് വിശദീകരിച്ചത്. അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ അത് രണ്ട് തരത്തിലുണ്ട്. ആർക്കാ പറയാൻ പറ്റുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ അള്ളാഹുലേക്ക് ചേർക്കും. വജ്ഹുല്ലാഹ്, യദുല്ലാഹ്, അതൊക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. അതിനൊന്നും സ്വതന്ത്രമായ ഒരു സൃഷ്ടിയായി നിലനിൽപ്പുള്ള സംഗതികളല്ല. മനസ്സിലായോ? സ്വതന്ത്രമായി അസ്തിത്വമുള്ള സംഗതികളല്ല. അങ്ങനെയുള്ള സംഗതികൾ അള്ളാഹുലേക്ക് ചേർത്താൽ അത് ഔസാഫുള്ളയാണ്, അള്ളാഹുവിന്റെ സിഫാത്താണ്, അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്. എന്നാൽ പ്രത്യേക സ്വതന്ത്രമായി നിലനിൽപ്പുള്ള അയാൻ, പ്രത്യേകമായി നിലനിൽപ്പുള്ള വസ്തുക്കൾ അതിന് അള്ളാഹുലേക്ക് ചേർത്താൽ അത് അള്ളാഹുവിന്റെ സിഫാത്തല്ല, അത് അള്ളാഹുവിന്റെ മഖ്ലൂഖാത്താണ്. നാഖത്തുല്ലാഹ്, അല്ലേ? ഷുഐബ് നബിക്ക് അള്ളാഹു നൽകിയ ഒട്ടകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രയോഗിച്ചെന്താ? നാഖത്തുല്ലാഹ്. സാലിഹ് നബി, സാലിഹ് നബിക്ക്. അതുപോലെ തന്നെ ബൈത്തുല്ലാഹ്, അല്ലേ? എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? അതുപോലെ തന്നെ ബൈത്തിയ, എൻ്റെ ഭവനം എന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും പറഞ്ഞു. അതുപോലെ ഇന്ന അർളി, എൻ്റെ ഭൂമി എന്ന് പറഞ്ഞു. ഇതൊക്കെ അള്ളാഹുവിന്റെ മഖ്ലൂഖാത്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു മഖ്ലൂഖാത്തിനെ അള്ളാഹുവിലേക്ക് ചേർക്കുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ആർക്കാ പറയാൻ പറ്റുക? ഒന്ന് ആദരവിന് വേണ്ടി, അള്ളാഹുവിന്റെ മുൽക്കിൽപ്പെട്ടതാണ് എന്ന് അറിയിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പോ വിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാൻ, അള്ളാഹു റഹ്മാന്റെ അടിമകൾ, തഹിർ ബൈത്തിയ, എൻ്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കുക, നാഖത്തുള്ള, അള്ളാഹുവിന്റെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ തശ്രീഫിന് വേണ്ടിയാണ്. ആ സൃഷ്ടികൾക്ക് പ്രത്യേകം ആദരവ് കൊടുക്കാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്താണ്? അള്ളാഹുവിലേക്ക് ആ മഖ്ലൂഖാത്തിനെ ചേർത്ത് പറഞ്ഞതാണ്. അല്ലെ? ബുയൂത്തുള്ള എന്ന് പള്ളികളെ കുറിച്ച് പറയുന്നത് ആ അർത്ഥത്തിലാണ്. എന്നാൽ ഇന്ന അർളി വാസിഅ, എൻ്റെ ഭൂമി വിശാലമാണ് എന്ന് പറയുന്നത് ഭൂമി അള്ളാഹു ആദരിച്ചതാണോ? അല്ല. ഭൂമി അള്ളാഹുവിന്റെ മുൽക്കിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ് ഭൂമിയും. അള്ളാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ് എല്ലാം, അതിൻ്റെ ഉള്ളിൽ പെടുന്നത് തന്നെയാണ് എന്തും ഭൂമിയും. എന്ന് അള്ളാഹുവിന്റെ മുൽക്കിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്താണ്? അള്ളാഹു മഖ്ലൂഖിനെ അള്ളാഹുലേക്ക് ചേർത്തതാണ്. അപ്പം അങ്ങനെ രണ്ട് രൂപത്തിൽ മഖ്ലൂഖാത്തുകൾ അള്ളാഹുലേക്ക് ചേർക്കപ്പെടും. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ള ഇനിയാണ് നമ്മൾ പ്രതിഫലം പറയണത്. എന്താ പ്രതിഫലം? അപ്പോൾ എന്തൊക്കെ സാക്ഷ്യം വഹിക്കണം? ഒന്ന്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. പിന്നെ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. പിന്നെ വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു. പിന്നെ ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. കലിമത്തു അൽഖാഹ ഇലാ മറിയം വ റൂഹും മിൻ. പ്രതിഫലമായിട്ടില്ല. ഇനി രണ്ട് കാര്യം കൂടി ഉണ്ട്. വ അന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറ ഹഖ്ഖുൻ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്ന് പറഞ്ഞ് എന്നും ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ, സത്യമാണെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, ഇപ്പോഴും നിലനിൽക്കുന്നതാണ്, അത് അന്ത്യമില്ലാതെ അവസാനമില്ലാതെ കാലാകാലം നിലനിൽക്കുന്നതാണ്, അതാണ് സത്യമാണെന്ന് പറയുമ്പോൾ അതൊക്കെ അതിൽ പെടും. മനസ്സിലായോ? അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അത് ബാക്കിയാണ്, ഇപ്പോഴുമുണ്ട്, അത് അവസാനമില്ലാതെ അന്ത്യമില്ലാതെ
നിലനിൽക്കുന്നതാണ്. ഇതാണ് സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ വിശുദ്ധ അഹ്ലു സുന്നയുടെ അഖീദ, വിശ്വാസം. അപ്പോൾ ഇതും ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ, വഅന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറ ഹഖ്ഖുൻ എന്നൊരാൾ സാക്ഷ്യം വഹിച്ചാൽ എന്താ പ്രതിഫലം? അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. കണ്ടീഷൻ ഹദീസിൽ പറഞ്ഞോ? ഇല്ല. കണ്ടീഷൻ ഹദീസിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി ആണെന്ന് പറഞ്ഞത്, അന്ന ഈസാ അബ്ദുല്ലാഹി റസൂൽ കലിമത്തുൽ ഖൈർ ആ സാക്ഷാത്തും ആണെന്ന് പറഞ്ഞത്, സ്വർഗം നരകം ഹക്കാണെന്ന് വിശ്വസിക്കണം പറഞ്ഞ ചില കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്, ഈ ഹദീസിൽ തന്നെ ഉണ്ട് അല്ലേ? ബാക്കി കണ്ടീഷനുകൾ എവിടുന്നാ കിട്ടുക? മറ്റു ഹദീസുകളിൽ നിന്ന് കിട്ടും, അപ്പോൾ ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പക്ഷെ അവിടെ നിർത്തിയില്ല. അലാ മാ കാന മിൻ അമൽ, അവൻ എന്ത് പ്രവർത്തനമാണോ ചെയ്തത് അതനുസരിച്ച് എന്നും അതിൻ്റെ അർത്ഥം വെച്ച പണ്ഡിതന്മാരുണ്ട്. മറ്റൊരു വ്യാഖ്യാനം അവർ എന്ത് പ്രവർത്തനം ചെയ്താലും എന്നർത്ഥം വെച്ച പണ്ഡിതന്മാരുണ്ട്. രണ്ടും ശരിയാണ്. അല്ലല്ല, ഓപ്പോസിറ്റ് അല്ല. രണ്ടും ശരിയാണ്. പക്ഷെ രണ്ട് പരിഗണനയാണ്, രണ്ട് രൂപത്തിൽ അതിനെ പരിഗണിക്കുകയാണ്. രണ്ട് രൂപത്തിലാണ് ആ ഹദീസിനെ അവർ പരിഗണിച്ചത്. രണ്ട് പണ്ഡിതന്മാരും നേരത്തെ ഇതുവരെ നമ്മൾ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. രണ്ടും ശരിയാണ്. നമ്മൾ പറഞ്ഞ ഏതാണ്ട് എല്ലാത്തിലും രണ്ടും ശരിയാണ്. പക്ഷെ രണ്ടും രണ്ട് രൂപത്തിൽ അതിനെ പരിഗണിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ അലാമാക്കാൻ മിനൽ അമൽ എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അവൻ എന്ത് പ്രവർത്തനമാണോ ചെയ്തത് അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവൻ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ, പൂർണ്ണമായ ഈമാനും തൗഹീദും സാക്ഷാത്കരിച്ച് ഉബൂദിയത്ത് സാക്ഷാത്കരിച്ച് ഒരു മുഅ്മിനാണെങ്കിൽ അവൻ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ആ വ്യാഖ്യാന പ്രകാരം. രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം അലാമാക്കാൻ അലൈഹിം അമൽ, എന്ത് പ്രവർത്തനമാണോ അവനുള്ളത് അതനുസരിച്ച് അവന് സ്വർഗം എന്ന് പറയുമ്പോൾ അവൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവ്യത്യാസം ഉണ്ടെങ്കിൽ സ്വർഗപ്രവേശനത്തിൽ എന്തുണ്ടാവും? ഏറ്റവ്യത്യാസം ഉണ്ടാവും അല്ലെ? അവൻ പൂർണ്ണമായും ഏറ്റവും നല്ല മുഅ്മിനായി ജീവിച്ചാൽ, വൻപാപങ്ങളില്ലാതെ നിർബന്ധ ബാധ്യതകളൊക്കെ നിർവഹിച്ചു, വൻപാപങ്ങൾ വെടിഞ്ഞു, ചെറുപാപങ്ങൾ വരുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കാതെ അല്ലെ, മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഈമാൻ്റെ സാക്ഷാത്കാരത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ അസ്ലു തൗഹീദ് നമുക്കറിയാലോ, തൗഹീദും ശിർക്കും അടിസ്ഥാനപരമായി തൗഹീദും ശിർക്കും ഉണ്ടാവുക. പിന്നെ ഈ തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ തന്നെ രണ്ട് തട്ടുണ്ട്. തൗഹീദ് സാക്ഷാത്കരിക്കുക, ഉബൂദിയത്ത് സാക്ഷാത്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഈമാൻ പൂർണ്ണമാവുക ഇതൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ വഴി ഒന്നാണ്. എന്താ വഴി? രണ്ട് തട്ടുണ്ട്. അതിൽ ഒന്ന് വാജിബായ സാക്ഷാത്കാരമാണ്, നിർബന്ധമായ സാക്ഷാത്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ഈമാനിന്റെ സാക്ഷാത്കാരം ഉണ്ടായാൽ, തൗഹീദിന്റെ ഉണ്ടായാൽ, ഉബൂദിയത്തിന്റെ ഉണ്ടായാൽ അവന് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന അലൈഹി മിനൽ അമൽ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ പ്രതിഫലം കിട്ടും. വിത്തൗട്ട് ഹിസാബ് പറയാൻ പറ്റൂല. വിത്തൗട്ട് ഹിസാബ് അല്ല, നരകം കിട്ടില്ല. നരകത്തിൽ പോകാതെ നേരെ എന്ത് ചെയ്യാം? സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അതിനെന്താ? 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നിർബന്ധ കാര്യങ്ങൾ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. മനസ്സിലായോ? രണ്ടാമത്തത് വൻപാപങ്ങളെ വെടിയുക. വൻപാപങ്ങൾ എന്ന ഏഴെണ്ണല്ല. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണങ്ങളിൽ എന്താ പറയാ, ഒരു ദൃഢപ്പെടുത്തി വന്ന അല്ലെങ്കിൽ ഗൗരവം കാണിക്കപ്പെട്ട പാപങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ചില പാപങ്ങൾ അള്ളാഹുവിന്റെ റസൂല് അത് വെറുത്തു, അത് വിലക്കി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ചില പാപങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. അതാണ് റസൂല് വിലക്കി, അള്ളാഹുവിന്റെ റസൂൽ തന്നെ വെറുത്തു, അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള പാപങ്ങൾ വൻപാപങ്ങളല്ല. എന്നാൽ വേറെ ചില പാപങ്ങൾക്ക് ദീനിൽ ശിക്ഷ ഉണ്ടാവും. നരകമുണ്ടെന്ന് പറയും. പരലോകത്ത് ശിക്ഷയാകാം, ദുനിയാവിലെ ശിക്ഷയാകാം. അല്ലെങ്കിൽ ഇതിൽ ഹദ് ഉണ്ടെന്ന് പറയും അല്ലെ? ഹദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ച ശിക്ഷകൾ. വ്യഭിചാരം, ദുനിയാവിൽ ശിക്ഷയുള്ള വ്യഭിചാര ആരോപണം. പിന്നെ ഒന്നാമത്തത് അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യതകൾ
ജീവിതത്തിൽ മുറുകെ പിടിക്കുക. രണ്ടാമത്തത് വൻപാപങ്ങൾ പിടി. വൻപാപം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ശാപമുണ്ടെന്ന് പറഞ്ഞ തിന്മകൾ, ലഅന്, അള്ളാഹു അവൻ്റെ റസൂലോ ശപിച്ചു എന്ന് പറഞ്ഞ പാപങ്ങൾ. അതുപോലെ പിന്നെ നരകമുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞ പാപങ്ങൾ. അതുപോലെ തന്നെ എന്താണ് ദുനിയാവിൽ ശിക്ഷ ഉണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട ഇങ്ങനെ പ്രത്യേകം ദീൻ പ്രമാണങ്ങളിൽ ഗൗരവം കാണിക്കപ്പെട്ട പാപങ്ങളാണെന്ത്? കബായിർ, വൻപാപം എന്ന് പറഞ്ഞാൽ. പ്രത്യേകം അതിനെക്കുറിച്ച് വലിയ താക്കീതുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വൻപാപമാണ്. അല്ല വെറും ഒരു വിലക്കേ വന്നിട്ടുള്ളെങ്കിൽ അത് ചെറിയ പാപമാണ്. മനസ്സിലായില്ല? ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ പിന്നെ എന്തേത് തഖ്സീം ചെയ്തത്. എത്രങ്ങാനുണ്ട്. തുണി നെയ്യാനിക്ക് താഴെ പോകുന്നുള്ളത് വൻപാപമായിട്ട് പറയാൻ പറ്റൂല. കിബറില്ലെങ്കിൽ പാപാണ്. കിബറോട് കൂടിയാണെങ്കിൽ വൻപാപാണ്. നരകത്തിലാന്ന് പറയണത് ഹദീസുകളൊക്കെ ചില റിപ്പോർട്ടുകളിൽ ഈ ഖൈദ് പ്രത്യേകം വന്നിട്ടുണ്ട്. ഹുയല എന്നുള്ള ഖൈദ്, കിബറോട് കൂടി എന്നുള്ള ഖൈദ് പ്രത്യേകം, ആ ഒരു കണ്ടീഷൻ പ്രത്യേകം ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പാപമാണ് എന്നാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രബലമായ അഭിപ്രായം കിബറില്ലെങ്കിലും പാപമാണ്, പക്ഷേ വൻപാപമാവുകയില്ല. വൻപാപമാവലപ്പോഴാണ് ഹുയലോട് കിബറോട് കൂടി ബിരിയാണിക്ക് താഴെ പോകുമ്പോഴാണ്. അതെ അതായി പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, ചെറുപാപങ്ങളിൽ ഉറച്ചു നിൽക്കാതിരിക്കുക. ചെറിയ പാപം ജീവിതത്തിൽ വന്നു പോയാൽ ഉടനെ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് മടങ്ങണം. ഒരു ഹദീസ് കാണാൻ പറ്റും. ഉബാത്തുബിന്, രണ്ട് സ്വഹാബിമാരുടെ ഹദീസ് ഉദ്ധരിക്കപ്പെടും. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഉബാത്തുബിന് ഖുർസ് അല്ലെങ്കിൽ ഉബാത്തുബിന് ഖുർത്ത്, ഇതിന്റെ പിതാവിന്റെ പേര് വ്യത്യാസമുണ്ട്. ഈ രണ്ട് സഹാബിമാരിൽ നിന്നും ഒരു ഹദീസ് കാണാൻ പറ്റും. വല്ലാഹി ഇന്നക്കും ലതഅമലൂന അഅമാലൻ, അല്ലാഹുവാണ് സത്യം, നിങ്ങൾ പല കർമ്മങ്ങളും ചെയ്യുന്നു. അല്ലേ? ഹി അദഖു മിനശ്ശഅരി ഫി അയുനിക്കും, നിങ്ങളുടെ കണ്ണുകളിൽ അത് മുടിനാരുകളെക്കാൾ നിങ്ങൾ നിസ്സാരമായി കാണുന്ന കർമ്മങ്ങളാണ്. വ ഇൻ കുന്നാ ലനഉദ്ദുഹാ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു കാലഘട്ടത്തിൽ ഞങ്ങൾ വൻപാപങ്ങളായി കണ്ടിരുന്ന പാപങ്ങളായിരുന്നു എന്ന് സ്വഹാബി പറയാണ്. ആരോടാ പറയണത്? താബിയങ്ങളോട് പറയാണ്. സ്വഹാബി താബിയങ്ങളോട് പറയാണ്. അപ്പോൾ ഈ ഹദീസിന് ശേഷം വലിയ താബി പണ്ഡിതനാണ് മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്. താബിയങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഇമാമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി സദഖ്, അള്ളാഹുവാണ് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. വ ഇന്നി ലഅറാ ജർറൽ ഇസാരി മിൻഹു, ഞാൻ മനസ്സിലാക്കുന്നത് വസ്ത്രം വലിച്ചിഴക്കുക എന്നത് അതിൽപ്പെട്ടതാണ് എന്നാണ്. വസ്ത്രം വലിച്ചിഴക്കുക എന്നുള്ളത് സഹാബിമാര് വൻപാപങ്ങളായി കണ്ടിരുന്ന, എന്നാൽ ഇപ്പോ നിങ്ങൾ അത്ര വൻപാപമായി കാണാത്തതിൽ പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതാണെങ്കിലും നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ വെച്ചാൽ, ഇതാണ് വൻപാപം. ചെറിയ പാപം ഉണ്ടെങ്കിൽ തന്നെ അതിൽ എന്ത് ചെയ്യൂല? ഉറച്ചു നിൽക്കുകയില്ല. ചെറിയ പാപങ്ങൾ വന്നാൽ തന്നെ തൊട്ടുടനെ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങും. ഇനി വൻപാപങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വരാൻ പാടില്ല എന്നാണോ? വൻപാപങ്ങളുടെ ജീവിതം വന്നാൽ പിന്നെ അയാൾ ഒരിക്കലും ഈ പറഞ്ഞ വലിയ മർത്തബിക്ക് എത്തൂല എന്നാണോ? അല്ല. അതിൽ നിന്നും തൗബ ചെയ്ത് ജീവിതം നന്നാക്കിയാൽ മടങ്ങാം. പക്ഷേ വൻപാപം എന്നുള്ള ജീവിതത്തിൽ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്ന ഒരു സംഭവം ആവൂല. ചെറിയ പാപങ്ങൾ മനുഷ്യരിൽ നിന്നൊക്കെ വന്നു പോകും. കുല്ലു ബനി ആദമ ഖത്താ, അല്ലേ? അതെ. അതെന്താ അറിയോ? ഇന്നമത്തോ അത് പിന്നെ വയതൂബു മിൻ ഖരീബ് എന്ന് പറഞ്ഞല്ലോ. ആ മിൻ ഖരീബ് എന്നുള്ളതിനെ സഹാബിമാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുമ്പ് എന്നാണ്. എന്നുവെച്ചാൽ മരണം എപ്പോഴാന്ന് അറിയില്ല. മനസ്സിലായോ? ഒരു വിശ്വാസിക്ക് മരണം എപ്പോഴാന്ന് അറിയൂല. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യൂല? വൻപാപ അഥവാ വന്നു പോയാലും അതിനെ പിന്നിലേക്ക് വെക്കൂല. പിന്നെ എന്ന് മാത്രമല്ല, പിന്നെ ബിജഹാലത്ത് എന്ന് പറഞ്ഞ ആയത്തൊക്കെ എടുത്തിട്ടാണ്, അതൊക്കെ ഖവാരിജികൾ ദുരുപയോഗം ചെയ്യുന്ന ആയത്തുകളാണ് ഈ ആയത്തുകളൊക്കെ. അതിന്റെ ഉദ്ദേശം ജഹാലത്ത് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ ജഹാലത്ത് എന്ന പദം ഇൽമുണ്ടായിട്ട് ഇൽമുകൊണ്ട് അമല് ചെയ്യാത്തതിനൊക്കെ അല്ലാഹു ജഹാലത്ത് എന്ന് ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ട്. അറിവുണ്ടായിട്ടും അറിവനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ആ ഇൽമിന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തൽ എന്താ? ജഹാലത്ത് എന്നാണ്. അവിവേകം എന്നുള്ള പരിഭാഷയാണ് അവിടെ ഏറ്റവും സൂട്ടാവുക. അവിവേകം, അജ്ഞത എന്നുള്ളതിനേക്കാളും. ഏതാണെങ്കിലും നമ്മളെ വിഷയം അതൊന്നല്ല. ഇവിടെ നമ്മൾ ഇവിടെ പതൊക്കെ പോയത് മൂന്ന് വഴികളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുക?
ഒരു അടിമ തൗഹീദ് സാക്ഷാത്കരിച്ചവനായി തീരുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിന് രണ്ട് രൂപത്തിലുള്ള ഈ അദ്ഖലഹുല്ലാഹുൽ ജന്ന എന്നുള്ള രണ്ട് രൂപത്തിലുള്ള വ്യാഖ്യാനം എന്ന് പറയും. ഒന്ന് ഇബ്തിദാ, നേരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. ആർക്കാണ്? കമാലു തൗഹീദിൽ വാജിബ് ജീവിതത്തിൽ സാക്ഷാത്കരിച്ചവർക്കാണ്. വാജിബായ കമാലു തൗഹീദ് ജീവിതത്തിൽ സാക്ഷാത്കരിച്ച, അതായത് അള്ളാഹു നിർബന്ധമാക്കിയ നിർബന്ധ ബാധ്യതകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന, വൻപാപങ്ങൾ ജീവിതത്തിൽ വരാത്ത, ചെയ്യാത്ത, ചെറുപാപങ്ങൾ അഥവാ വന്നു പോയാലും അതിൽ ഉറച്ചു നിൽക്കാത്ത ആളുകൾ, ഇവർ ഈ ഗുണങ്ങളുള്ള ആളുകൾ തൗഹീദ് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ കുറിച്ച് പറയാന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഭാഗം തന്നെയാണ്. ഈ പറഞ്ഞ നിർബന്ധ ബാധ്യതകളുടെ ഭാഗമായിട്ടോ ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. ഈ ഗുണങ്ങളുള്ള ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ അള്ളാഹു എന്ത് ചെയ്യും? അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അവർക്ക് നരകം ഇല്ല, അവർക്ക് നരകം നിഷിദ്ധമാണ്. ഇനി അല്ലെങ്കിൽ പിന്നെ തൗഹീദ് ഉണ്ട് എന്നാൽ വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. തൗഹീദ് ഉണ്ട് വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ. തൗഹീദ് ഉണ്ടായിട്ടും വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകളിൽ തന്നെ രണ്ട് തരം ഉണ്ടാവും. തൗഹീദ് ഉണ്ട്, വൻപാപങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളിൽ തന്നെ അള്ളാഹു പ്രത്യേകം കരുണ ചെയ്ത, അള്ളാഹുവിന്റെ പ്രത്യേകം ഔദാര്യം നേടിയെടുത്ത ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അള്ളാഹു പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കും. അത് പ്രമാണങ്ങൾ പഠിപ്പിച്ചതാണ്, ഹദീസുകളിൽ വന്നതാണ്, അല്ലേ? എന്നുവെച്ചാൽ ശിർക്കല്ലാത്ത ഏത് പാപം ജീവിതത്തിൽ വന്നാലും പൊറുക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തൗബ ചെയ്തില്ലെങ്കിലും പൊറുക്കപ്പെടാനുള്ള, തൗബ ചെയ്യണം എന്നുള്ളതാണ് നിയമം. തൗബ ചെയ്യണം, സാധ്യതയുണ്ട്. കാരണം അത് അങ്ങനെ തന്നെ ചില ഹദീസുകളിൽ വന്നതാണ്. അത് എല്ലാവർക്കും ഉള്ളതല്ല, അത് അള്ളാഹുവിന്റെ ഔദാര്യം പ്രത്യേകമായി കിട്ടുന്ന ചിലർക്കുള്ള ചാൻസ് ആണ്. വൻപാപം ചെയ്താൽ എന്താ നമ്മൾ വാജിബ് എന്താ, നിർബന്ധ ബാധ്യത എന്താ? തൊട്ടുടനെ തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. ആ നിർബന്ധ ബാധ്യത ഇല്ലാത്തവരിൽ നിന്ന് പോലും ഒരു പറ്റം ആളുകൾ അള്ളാഹു എന്ത് ചെയ്യും? വൻപാപങ്ങൾ ചെയ്തവരെയും തൗഹീദ് ഉണ്ടതിന്റെ പേരിൽ അവർക്ക് നേരെ സ്വർഗം കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ അടിമകളിലുണ്ട്, തൗഹീദ് ഉള്ളവരുണ്ട്. അത് എന്തിന്റെ മഹത്വമാണ്? തൗഹീദിന്റെ മഹത്വമാണ്. എന്നാൽ തൗഹീദ് ഉണ്ട് എന്നുള്ളവർക്ക് വൻപാപം കഴിയുന്ന എല്ലാവർക്കും അത് കിട്ടുമോ? ഇല്ല, അത് വളരെ ന്യൂനപക്ഷം കുറച്ച് ആളുകൾക്കാണ് അത് കിട്ടുക. അള്ളാഹുവിന്റെ പ്രത്യേക ഔദാര്യം കിട്ടുന്ന ആളുകൾക്ക് മാത്രമാണ് അത് കിട്ടുക. എന്നാൽ അള്ളാഹു അങ്ങനെ പുറത്തു കൊടുത്തില്ല, വൻപാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തില്ല. അവരാദ്യം ഇവിടെ പോവും, നരകത്തിൽ പോവും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വൻപാപങ്ങൾ തൗഹീദ് ഉണ്ട്, വൻപാപങ്ങൾ ചെയ്തു, അള്ളാഹുവിന്റെ ഈ പ്രത്യേക ഫദ്ൽ അവർക്ക് ലഭിച്ചിട്ടും ഇല്ലെങ്കിൽ അവര് നരകത്തിൽ പോയി, നരകത്തിൽ അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങി അത് അവരുടെ പാപങ്ങൾ ശുദ്ധീകരണമായി പരിഗണിക്കപ്പെടും. അത് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിർവഹിക്കുള്ളൂ. പക്ഷെ ആ നീതി പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ പര്യാപ്തരല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പര്യാപ്തരല്ല. അത് അള്ളാഹുവിനറിയാം ആരാണ് അള്ളാഹുവിന്റെ ഫദ്ലിന് അർഹരായവർ, ആരാണ് ഔദാര്യത്തിന് അർഹരായവർ, ആർക്കാണ് അത് അർഹതയില്ലാത്തത്, ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടവർ, ആരാ ശിക്ഷിക്കപ്പെടാൻ പാടില്ലാത്തവർ. അതൊക്കെ ആർക്കറിയാം? അള്ളാഹുവിന്. അള്ളാഹു അലീമാണ്, ഖബീറാണ്. അള്ളാഹു ഹക്കീമാണ്, അതിലാണ്, പൂർണ്ണമായി നീതി നടപ്പിലാക്കുന്നവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, പിന്നെ അവരിൽ ഒരു പറ്റം ആളുകൾ ചിലപ്പോൾ എന്തുണ്ടാവും? ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതല്ലാത്ത ആളുകൾ ആദ്യം നരകത്തിൽ പ്രവേശിച്ചിട്ട് അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? അള്ളാഹു അവരെ നെഹ്റുൽ ഹയാത്ത് എന്ന് പറഞ്ഞ ഒരു നദിയിൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരത് ഇടുകയും എന്നിട്ട് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതും ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇതാണ് ഉബാദത്തുൽ ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തൗഹീദിന്റെ ഫദ്ൽ പറയുന്ന ഈ ബാബിൽ പറഞ്ഞ ഒന്നാമത്തെ ഹദീസ്. അപ്പോൾ ഈ ഹദീസിൽ ഈ ഹദീസിന്റെ ആശയം എത്രത്തോളം വിശാലതയുള്ള, എത്രത്തോളം അഖീദയുടെ അടിസ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ഹദീസ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വലഹുമ ഫി ഹദീസ് ഇത്ബാൻ എന്ന് പറഞ്ഞ സഹാബി, ഇത്ബാൻ ബിൻ മാലിക് അൽ അൻസാരി അൽ ബദരി, ഇത്ബാൻ ബിൻ മാലിക് അൽ അൻസാരി എന്ന് പറഞ്ഞ സഹാബിയാണ് അടുത്ത ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് നിഷിദ്ധമാക്കി? നരകം നിഷിദ്ധമാക്കി. ഇതാണ് ഹദീസ്. അപ്പൊ ഇവിടെ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി ഇത്ബാൻ ബിൻ മാലിക് അൽ അൻസാരിയാണ്. ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ഇതുവരെ കിതാബ് തൗഹീദിൽ വന്ന 4 സഹാബിമാരാണ്. ഇബ്നു മസ്ഊദ്, മുആദ്, ഉബാദ, ഇത്ബാൻ റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഈ 4 പേരും ബദറിൽ പങ്കെടുത്തവരാണ്, ബദരീയങ്ങളാണ്. 4 പേരും ബദരീയങ്ങളാണ്. അപ്പം ഇവിടെ ഈ ഹദീസ് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രായം ആയി, അദ്ദേഹത്തിന്റെ കണ്ണ് കാണൂല.
അദ്ദേഹം പള്ളിയിൽ വരാൻ കഴിയില്ല അതുകൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറച്ച് സഹാബിമാരും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരും. എന്തിനാ വെച്ചാൽ അദ്ദേഹത്തിന് നിസ്കരിക്കാനൊരു സ്ഥലം റസൂല നിശ്ചയിച്ചു കൊടുക്കാൻ. വീട്ടിൽ നിസ്കരിച്ചു, പള്ളിയിൽ വരാൻ കഴിയില്ല, അന്ധനാണ്, പ്രായമായിട്ടുണ്ട് എന്നും കൂടി എൻ്റെ ഓർമ്മയിലുണ്ട്, ഉറപ്പില്ല, ഏതായാലും അന്ധനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്ഥലം അപ്പോൾ റസൂൽ അവിടെ നിസ്കരിച്ചിട്ട് അവിടെ ആ സ്വഹാബിക്ക് എന്ത് ചെയ്യാനാണ്? നിസ്കരിക്കാനാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വീട്ടിൽ വരും, അങ്ങനെ നിസ്കരിക്കും. അങ്ങനെ അവിടെ മുനാഫിഖീങ്ങളെ കുറിച്ചുള്ള സംസാരം അങ്ങനെ വരും. മുനാഫിഖീങ്ങളെ കുറിച്ചുള്ള അത് സ്വഹാബത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ള സംസാരമാണ്. കാരണം ഓലടിയിൽ ശരിക്കും മുനാഫിഖീങ്ങളെ ഉപദ്രവം പ്രയാസമുണ്ട്. അപ്പോൾ ഓലെന്നെ ഇങ്ങനെ ചിലരെ ഓനക്ക് മുനാഫിഖാണോ, ഇവന് മുനാഫിഖാണോ, അങ്ങനത്തെ ഒരു ചർച്ചയും ഒരു സംശയങ്ങളും അവരുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ജാഗ്രതയുടെ ഭാഗമാണ്. ഓൽക്ക് ആരെ പറ്റിയാന്നില്ല, മുനാഫിഖീങ്ങളെ ഓല ഇടയിലുള്ള ചില മുനാഫിഖീങ്ങളെ പറ്റിയുള്ള സംസാരം ഇങ്ങനെ അവിടെ ഇടയിൽ നടക്കുകയാണ്. സ്വഹാബിമാരല്ല അവർ. ആ കാലഘട്ടത്തിൽ മദീനത്ത് ആരുണ്ട്? മുനാഫിഖീങ്ങളുണ്ട്, ഇല്ലേ? മുനാഫിഖീങ്ങളുണ്ട്. ഒരുപാട് ആയത്തുകൾ അവരുടെ വിഷയത്തിൽ പ്രത്യേകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ചാണ് എന്ത് ചർച്ച. അപ്പോൾ റസൂലുള്ളാഹി പറയും, فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. മനസ്സിലായോ? അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറയണത്? ഈ ഹദീസ് പറയണത്. അള്ളാഹുവിൻ്റെ മുഖം കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടെങ്കിൽ അവന് നരകം നിഷിദ്ധമാണ്. അപ്പോൾ ഇതൊരു സൂചനയാണ്. എന്തിനുള്ള സൂചനയാണ്? മുനാഫിഖീങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ വജി കാംക്ഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂല. അങ്ങനെ പറഞ്ഞാൽ അത് നിഫാഖില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വേറൊരു ഗുണപാഠം എന്ന് കിട്ടും. എന്താ? നിഫാഖുള്ളവർ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണത് എങ്ങനെയല്ല? യബ്തഗി ബിദാലിക വജ്ഹല്ല, അള്ളാഹുവിൻ്റെ വജി കാംക്ഷിച്ച് പറയല്ല. അപ്പോൾ അവർക്ക് പറഞ്ഞ നരകം നിഷിദ്ധമാവുന്ന പ്രതിഫലം കിട്ടുമോ? കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗം കിട്ടുമെങ്കിൽ മുനാഫിഖുകൾക്ക് കിട്ടൂല എന്നുള്ളതാണ് ഹദീസിൻ്റെ സന്ദർഭം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ പറഞ്ഞാൽ പോരാ, അതെന്തുവാണ്? ഇഖ്ലാസോടുകൂടി സത്യസന്ധതയോടുകൂടി പറയുമ്പോഴാണ് പ്രതിഫലം ലഭിക്കുക. അങ്ങനെ പിന്നെ അപ്പോൾ റസൂലുള്ളാഹി ഈ സംഭവം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു. അപ്പോൾ ഈ ഹദീസ് കേട്ടപ്പോൾ സ്വഹാബത്തിന് ഭയങ്കര സന്തോഷമായി എന്നാണ്. ഭയങ്കരമായ സന്തോഷം ഈ ഹദീസ് കേട്ടപ്പോൾ ഉണ്ടായി. കാരണം അള്ളാഹുവിൻ്റെ വജി കാംക്ഷിച്ച് ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന് നരകം നിഷിദ്ധമാണെന്ന് കേട്ടു. അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. ഇത് മാത്രമല്ല, ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു, അനസുല്ലാൻ്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, അബൂബക്കർ എന്ന് പേരുള്ള. അനസുല്ലാൻ്റെ ഒരു മകൻ്റെ പേരാണ് അബൂബക്കർ. ആ മകനോട് അനസുല്ലാന് പറഞ്ഞു കാണാൻ പറ്റും, ഇഹ്ഫദ് ഹാദൽ ഹദീസ്, ഈ ഹദീസ് നീ ഹിഫ്ളാക്കണം, ഈ ഹദീസ് നീ മനപ്പാടാക്കണം, അല്ലെങ്കിൽ ഈ ഹദീസ് നീ സൂക്ഷിക്കണം. എന്താ കാരണം? ഫഇന്നഹു മിൻ കുനൂസിൽ ഹദീസ്, കാരണം ഈ ഹദീസ് നിധികളിൽപ്പെട്ടതാണ്, ഹദീസുകളിൽ നിധികളിൽപ്പെട്ട ഹദീസാണ് മോനെ ഈ ഹദീസ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ ഹദീസ് നീ ശരിക്ക് സൂക്ഷിക്കണം, ശരിക്ക് പഠിക്കണം, ശരിക്ക് മനപ്പാടമാക്കണം. ഇത് നസ്രുള്ളാഹി തൻ്റെ മകനോട് പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ നരകം നിഷിദ്ധമാക്കുക എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതേപോലെ 2 തരത്തിൽ നിഷിദ്ധമാക്കലുണ്ട്. ഒന്ന്, നരകത്തിൽ പ്രവേശിക്കൽ തന്നെ നിഷിദ്ധമാവും. എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നല്ല. അതാർക്കാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കമാലൽ വാജിബ്, വാജിബായ പൂർത്തീകരണം ഉള്ളവർക്കാണ് അള്ളാഹു നരകം പ്രവേശിക്കാതെ തന്നെ എന്ത് ചെയ്യുക? നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. ഇനി രണ്ടാമത്തെ ഒരു തഹരീം, നരകം ഹറാമാക്കിയാണ് നരകത്തിൽ നിത്യവാസികളാകുന്നതിന് അള്ളാഹു എന്താക്കി? അവർക്ക് നിഷിദ്ധമാക്കി. അതാർക്കാണ്? അസ്ലു തൗഹീദ് ഉണ്ട്, എന്നാൽ പാപങ്ങളുണ്ട്, വീഴ്ചകൾ, വൻപാപങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ നിർബന്ധ ബാധ്യതകളിൽ വീഴ്ച വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ നരകം നേരെ നിഷിദ്ധമാണെന്നല്ല, നരകത്തിലുള്ള നിത്യത അവർക്ക് നിഷിദ്ധമാക്കി കൊടുക്കുന്നതാണ് അതിന്റെ ഉദ്ദേശം. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇതിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന് നമുക്കിത് കിട്ടും. ഇതേ ഹദീസിൽ നിന്ന് നമുക്കിത് കിട്ടും. കാരണം ഹദീസിൽ പറഞ്ഞ കണ്ടീഷൻ എന്താ? യബ്തഗി ബിദാലിക വജ്ഹ, അള്ളാഹുവിന്റെ മുഖം കാംക്ഷിക്കണം. ഒരാൾ എത്ര കണ്ട് ഒരു കാര്യം പ്രതീക്ഷിക്കുകയും കാംക്ഷിക്കുകയും ചെയ്യണോ അതിനനുസരിച്ച് ആളുടെ ജീവിതം അതിനനുസരിച്ച് നന്നാവും, അല്ലേ? ഇപ്പൊ നമുക്ക് ഞാൻ കോഴിക്കോടൊക്കെ പുറപ്പെടുകയാണ്. കോഴിക്കോട് എനിക്ക് എത്ര പെട്ടെന്ന് എത്ര ആഗ്രഹം ഉണ്ടോ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? വേഗത്തിൽ പോകും. എനിക്ക് പെട്ടപ്പെടാൻ അടുത്തൊന്നും എത്തണ്ടെങ്കിലോ ഞാൻ പതുക്കെ പോവുള്ളൂ. മനസ്സിലല്ലേ? അപ്പൊ എത്രത്തോളം ഇബ്തിഗാ ഉണ്ടോ, എത്രത്തോളം അള്ളാഹുവിന്റെ മുഖം കാംക്ഷിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ജീവിതം ഉഷാറായി കാരണം അതിനനുസരിച്ച് ജീവിതത്തിൽ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും ഉണ്ടാകും. മനസ്സിലല്ലേ? എത്രത്തോളം ഇത് കുറയണോ അതിനനുസരിച്ച് ഈ പറഞ്ഞ ഇബ്തിഗാ കുറയും. ഇബ്തിഗാ കുറഞ്ഞാൽ ഈ പറഞ്ഞ തഹ്രീമുന്നാർ, നരകം നിഷിദ്ധമാക്കുക എന്നുള്ള പ്രതിഫലത്തിലും കുറവുണ്ടാവും. നേരെ നിഷിദ്ധമാവില്ല ചെയ്യുക, നരകത്തിൽ ശാശ്വതമാകുന്നതിനെ നിഷിദ്ധമാക്കുകയാണ് ചെയ്യുക. അപ്പം
വിശ്വാസികളിൽ നിന്ന് പാപങ്ങൾ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്ത് ആറാഫിന്റെ 201 ആയത്തിൽ, സൂറത്ത് ആൽ ഇമ്രാൻ 115 ആയത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനും അത് മനസ്സിലാക്കാനും ശരിയായ ആദർശത്തിൽ നിലകൊണ്ടുകൊണ്ട് ജീവിതം ക്രമീകരിച്ച് അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും നേടിയെടുത്ത് മരണം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലം അല നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.